ഈ ജയിലിൽ ഭക്ഷണം കൊടുക്കുമ്പോഴൊക്കെ ജോൺ ധാരാളം വെള്ളം കുടിക്കുമായിരുന്നു. കുടിക്കാൻ തീരെ കഴിയാതെ വരുമ്പോൾ മാത്രമേ അവൻ അത് നിർത്തുകയുള്ളൂ. തുടർന്ന് ഭക്ഷണം വേഗത്തിൽ കഴിക്കുകയും വൊമിറ്റ് ചെയ്യാനായി തോന്നുമ്പോൾ ശ്രദ്ധ തിരിക്കാനായി അവൻ രഹസ്യമായി പുഷപ്പ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് വാർഡൻ പരിശോധനയ്ക്ക് വരുമ്പോഴൊക്കെ അയാൾ വൊമിറ്റ് ചെയ്യുന്നതായി നടിക്കും. ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അയാളെ ട്രീറ്റ്മെന്റ് റൂമിലേക്ക് അയച്ചു. എന്നാൽ ജോൺ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കട്ടിലിൽ കിടന്നയുടനെ വയറുവേദനയെന്ന് പറഞ്ഞ മെഡിക്കൽ സ്റ്റാഫിനെ വിശ്വസിപ്പിച്ചു. തുടർന്ന് അയാളെ ഒരു ക്ലീനറിനോടൊപ്പം വാഷ്റൂമിലേക്ക് അയച്ചു. എന്നാൽ ഇതൊക്കെ വളരെ പ്ലാനിംഗ് ആയിരുന്നു. വാഷ്റൂമിൽ ചെന്ന ഉടനെ ക്ലീനർ ഡോർ അടച്ചു പിടിച്ചപ്പോഴേക്കും ടോയ്ലറ്റിന് പിന്നിലിരുന്ന അയൺ ബോക്സ് തുറന്ന് ഒരു ഉപകരണം എടുത്തു. തുടർന്ന് ഇരുവരും പൈപ്പിലൂടെ പുറത്തു കടന്നു. ശേഷം ആരും സംശയിക്കാതിരിക്കാനായി ബോക്സ് അതുപോലെ അടച്ചു. പിന്നീട് നേരെ സ്റ്റോറേജ് റൂമിലേക്ക് പോവുകയും അവർ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു ഉടൻ ട്രേ എടുത്ത് ജയിൽ ട്രക്കിനടിയിൽ ഘടിപ്പിച്ച ശേഷം അതിൽ കയറി ഒളിക്കുകയും ചെയ്തു. തുടർന്ന് ഒരു ഗാർഡ് പതിവ് പോലെ പരിശോധനയ്ക്കായി വന്ന് അവിടെയെല്ലാം നോക്കിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ട്രക്ക് ഗ്യാസ് സ്റ്റേഷനിൽ എത്തിയതും അവർ ഇരുവരും ഒരു ആഡംബര കാറിൽ കയറി രക്ഷപ്പെടുകയാണ്. നെക്സ്റ്റ് വീഡിയോയ്ക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ ജയിലിൽ ഭക്ഷണം കൊടുക്കുമ്പോഴൊക്കെ